ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് W26 എന്ന സ്മാർട്ട് വാച്ചിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോസിലും അത്യാവശ്യം നല്ല റീച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് W26 എന്ന സ്മാർട്ട് വാച്ചിലെ ഹിഡൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് കോഡുകൾ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് W26 എന്ന സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂസ് നമ്മുടെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ വാച്ച് ഫേസ് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള വീഡിയോൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിലുള്ള കുറച്ച് കോഡ് കാര്യങ്ങളാണ്, സീക്രട്ട് കോഡുകൾ. ഓക്കെ, ഫസ്റ്റ് കോഡ് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡുകൾ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യുന്നത് ഇതിലുള്ള കോള് ചെയ്യാനുള്ള ആ ഒരു ഡയൽ പാഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. *#6334285 അവസാനമായിട്ട് # എന്നുള്ളത് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ് ഇതിൽ യൂസ്ഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ ഇതിൽ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ അതറിയാനുള്ളൊരു കോഡായിരുന്നു അത്. ഇനി നെക്സ്റ്റ് കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇനിയും ഒരുപാട് കോഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. *9936. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് 46633 പിന്നെ ഒരു #. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇതുപോലെ എൻജിനീയറിംഗ് മോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഡിവൈസ്, ഓഡിയോ, പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് സെറ്റ് UART, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് അതിൽ കാണാം. ഓക്കെ, USB പോർട്ട് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതായാലും അത് ബാക്ക് അടിക്കാം. സെക്കൻഡായിട്ട് DCIM മോഡ്, അത് ഓൾറെഡി അവിടെ ഓണായി കിടക്കുന്നുണ്ട്. പിന്നെ BQB മോഡ്, അത് നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്താൽ ബ്ലൂടൂത്തിൻ്റെ ഫങ്ഷൻസൊക്കെ നല്ല രീതിയിൽ നടക്കും. ഇനി സെക്കൻഡായിട്ട് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ സെറ്റ് മോഡ്, നോർമൽ മോഡ്, ലൗഡ് മോഡ്, ഹെഡ്ഫോൺ മോഡ്, ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ വോളിയം നമുക്ക് കറക്റ്റ് രീതിയിലാക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ FM റേഡിയോ, മൈക്രോഫോൺ, ഒരുപാട് ഓപ്ഷനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വോളിയം എന്നുള്ളത് സെലക്ട് ചെയ്താൽ ക്ലിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടു അഡ്ജസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചില ഓപ്ഷൻസൊക്കെ എന്തിനാണ് കൊടുത്തത് എന്ന് വരെ മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇപ്പോൾ റിംഗ് ടൂൺ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ട്യൂണുകൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മുടെ വാച്ചിലില്ലാത്ത കുറേ ട്യൂണുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ട്യൂണുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, എയർഫോൺ മോഡ്, അങ്ങനെ ഒരുപാട് മോഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ബ്ലൂടൂത്ത് എയർഫോൺ മോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. BT എയർഫോൺ മോഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അവിടെ. ഓക്കെ, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് നമ്പേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് അടിക്കാം. കാരണം അതിന് എന്തെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ വാച്ച് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് പോട്ടെ. പിന്നെ ഇവിടെ ഈ ഒരു ഓപ്ഷനിലേക്ക് പോയാൽ ഇവിടെ ഓൺ ചെയ്താൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂടും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്ക് ഞാൻ നോക്കി, പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കോഡ് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് കോഡ് നമുക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കോഡാണ് *1234#. ഓക്കെ, അപ്പോൾ # പ്രസ് ചെയ്ത് പിടിക്കുക. അത് ബാക്ക് അടിക്കാം. ഒരു #
പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ A2DP PTS മോഡ് എന്ന് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അത് ഏതൊരു മോഡാണ്, അത് ഓണായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിവൈസ് ഒന്നും കൂടി ഒന്ന് കംഫർട്ട് ആക്കും, ഈ ഒരു ഡിവൈസിന് കുറച്ചും കൂടി ഒന്ന് സ്പീഡ് കൂട്ടാനൊക്കെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. *#9966* എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്താൽ ഓക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. വെർഷൻ, കീപാഡ്, LCD, ബാക്ക് ലൈറ്റ്, മൈക്ക് ആൻഡ് സ്പീക്കർ. അപ്പോൾ ഇത്തരത്തിൽ വെർഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമ്മുടെ ഡിവൈസ് ഏത് വെർഷനാണ്, അത് ബിൽഡ് ചെയ്ത ടൈം, കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കീപാഡ് മറ്റൊരു ഓപ്ഷൻ. പിന്നീട് ഇവിടെ LCD എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ എന്നുള്ള രീതിയിൽ വൈറ്റ് ആ കളറിൽ ഈ ഒരു ഡിവൈസ് അവിടെ ഫുൾ ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ അതൊരു സീക്രട്ട് കോഡാണ്. പിന്നെ ബാക്ക് ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൈറ്റ്നസ് ഇത്തിരി കൂടുതലാവണമെന്ന് തോന്നുന്നു. ആ ഒരു ടെക്സ്റ്റിന് ഒന്നുകൂടി ബ്രൈറ്റ്നസ് കൂടുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വരുന്നത്. പിന്നീട് മൈക്ക് ആൻഡ് സ്പീക്കർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്ലീസ് ടെസ്റ്റ് മൈക്ക് ആൻഡ് സ്പീക്കർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേ അടുത്ത ഓപ്ഷൻ വൈബ്രേറ്റർ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് എന്നുള്ള അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ബ്ലൂടൂത്ത് ഇൻ്റർഫേസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ റിംഗ് ടൂണിന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് റിംഗ് ടൂണുകൾ ഇതിൽ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ഫുള്ള് ഡിസ്പ്ലേയിൽ ആ കളറുകൾ കാണിച്ചു തരികയാണ്. LCD എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലായിരുന്നു നമ്മളെ കോഡുകൾ, ഹിഡൻ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം, ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ, അതായത് W26+ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് പോയി കണ്ടു വെക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് വാച്ച് ഫേസുകൾ ഇതിൽ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. പുറമേ ഞാനൊരു വാച്ച് ഫേസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.